ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ പോകുന്നു എല്ലാവരുടെ PSC പ്രിപ്പറേഷൻസൊക്കെ? ഇപ്പോൾ 10th പ്രിലിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സാറ്റർഡേ, നാളെ വെള്ളിയാഴ്ചയല്ലേ, അത് കഴിഞ്ഞ് ശനിയാഴ്ച 3ഉം 4ഉം ഘട്ടം നടക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ 10th പ്രിലിംസ് കോമഡി ആയിരുന്നു കേട്ടോ. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും രണ്ടാമത്തെ ഘട്ടം റദ്ദാക്കിയത്. ഭയങ്കര ഇതിൽ പോയതായിരുന്നു. അപ്പോൾ ഞാനും ഇതുപോലെ, എനിക്ക് പിന്നെ തൊട്ടടുത്ത് സ്കൂളിലായിരുന്നു, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ആയിരുന്നു, ചാലിശ്ശേരിയിൽ. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ വേറെ കുറേ പേർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് അറിഞ്ഞു. കുറേ ദൂരം കിട്ടിയവർക്കും കുട്ടികളെ ഇട്ട് പോയവർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം രണ്ടാം ഘട്ടം പ്രിലിംസ് എക്സാം ക്യാൻസലാക്കി. അപ്പോൾ എനിക്കും രണ്ടാമത്തെ ഘട്ടം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഇതിൽ ഉച്ചയ്ക്ക് ആകുമ്പോൾ ഇവിടുന്ന് പോയതായിരുന്നു. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്കൂളിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യണത് രണ്ടാമത്തെ ഘട്ടം എക്സാം റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ എക്സാമിൻ്റെ പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്, ഓഗസ്റ്റ് 22-ാം തീയതിക്കാണ്. ഇനിയിപ്പോൾ ഏറിപ്പോയ ഒരു 23 ദിവസം ഒക്കെയാണ് ഉള്ളത് ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ പഠിച്ച അതേ ചൂടിൽ തന്നെ എല്ലാവരും ഇരുന്ന് പഠിച്ചോട്ടെ. എനിക്കാണെങ്കിൽ അത്ര അങ്ങോട്ട് ഫുൾ കോൺഫിഡൻസിലൊന്നല്ല പോയിട്ടുണ്ടായിരുന്നു, എന്നാലും അത്യാവശ്യം കുറേ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് ഒരിതിലായിരുന്നു. പക്ഷേ മാറ്റി വെച്ചപ്പോൾ എനിക്കൊരു ബോണസ് പോലെയാണ് ഫീൽ ചെയ്തത്, ഇനിയും പഠിക്കാൻ ടൈം ഉണ്ടെന്ന്. പക്ഷെ കുറേ പേർക്ക് അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഇത് മാറ്റി വെച്ചപ്പോൾ നമുക്കിനി അടുത്ത ഡേറ്റ് അറിയാത്തത് കൊണ്ട് ചെറിയൊരു ലാഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നാണ് അടുത്തത് അങ്ങനെയൊക്കെ. ഇപ്പോൾ വീണ്ടും ഡേറ്റൊക്കെ വന്ന കാരണം എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇനി ശനിയാഴ്ച 3ഉം 4ഉം ഘട്ടം എഴുതാൻ പോണവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. നമ്മൾ എത്ര പഠിച്ചു പോയാലും ആ ഒരു 1.25 മണിക്കൂർ നമ്മൾ ആ ഒരു പേപ്പറിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതിലല്ലേ. അതുപോലെ നെഗറ്റീവ്സൊക്കെ പരമാവധി ഞാൻ പിന്നീട് ആ ഒരു പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് നെഗറ്റീവ് കയറി വന്നിട്ടുണ്ടായിരുന്നു അശ്രദ്ധ കാരണം. അപ്പോൾ നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ എല്ലാവരും നല്ല രീതിക്ക് തന്നെ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് VFA വരുന്നുണ്ട്. ഒക്ടോബറിൽ 2 ഘട്ടം, സെപ്റ്റംബറിൽ 1 ഘട്ടമായിട്ടാണ്. എനിക്ക് ഒക്ടോബർ 17 കേട്ടോ. ഞാൻ തൃശ്ശൂരാണ് വെച്ചിട്ടുള്ളത് സെൻറ്റർ. അത് ഡിസ്ട്രിക്ട് വൈസ് ആണല്ലോ. തൃശ്ശൂർ വെച്ച കാരണം എനിക്ക് ഒക്ടോബർ 17. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒക്ടോബർ 31 കേട്ടോ. ഇനി അതിനും അത്യാവശ്യം ടൈമെന്ന് പറയല്ലേ, 2-3 മാസം തന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ പഠനം തുടങ്ങാൻ എല്ലാവരും ശ്രമിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.